1980കളിൽ അമേരിക്കയിലെ ജോർജിയ എന്ന സ്റ്റേറ്റിൽ അപ്പലാച്ചിയൻ മലനിരകളുടെ ഇടയിൽ അതിവിശാലമായിട്ടുള്ള ഒരു ചെകുത്താൻ കോട്ടയുണ്ടായിരുന്നു. കോപ്സ്വുഡ് മാനർ എന്ന പേരിലാണ് ആ ചെകുത്താൻ കോട്ട അറിയപ്പെടുന്നത്. വിശാലമായിട്ടുള്ള 40 ഏക്കറോളം വരുന്ന ഒരു ഭൂഭാഗത്തായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. ആ സ്ഥലം വാങ്ങിയത് 2 ആളുകളായിരുന്നു, ഡോക്ടർ ചാൾസ് ക്രൂഡറും ജോയി ഓഡമും. അവർ രണ്ടുപേരും വ്യക്തമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു സംഭവ വികാസം നടന്നു കഴിഞ്ഞാൽ മറ്റാർക്കും അതറിയാൻ പാടില്ല എന്ന്. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ആ ഒരു മാനർ നിർമ്മിക്കുന്നത്. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മുടക്കി നിർമ്മിച്ചു എന്നല്ല, അക്ഷരാർത്ഥത്തിൽ അവർ രണ്ടുപേരും മാത്രമാണ് അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടവും നിർമ്മിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ ബംഗ്ലാവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കോർണർ അല്ലെങ്കിൽ മൂല കാണാൻ സാധിക്കുമായിരുന്നില്ല. അതിനു പുറമെ ചെകുത്താൻ സേവയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെകുത്താൻ്റെ രൂപമുള്ള സ്റ്റാച്ചുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ചെകുത്താൻ സേവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൻഡോഗ്രാമുകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വെളിയിലായിട്ട് കവാട ഭാഗത്തായിട്ട് തന്നെ പിങ്ക് നിറത്തിലുള്ള ഗാർഗോയിലും സ്ഥാപിച്ചിട്ടുണ്ട്. 12 തലയോട്ടികൾ ഉപയോഗിച്ചിട്ട് ആ ബംഗ്ലാവ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ 12 എണ്ണത്തിൽ 2 എണ്ണം യഥാർത്ഥ മനുഷ്യരുടെ തലയോട്ടി തന്നെയായിരുന്നു. വളരെയധികം ഭീതി പരത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളും അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചിത്രമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ആ മനുഷ്യൻ്റെ തലയിൽ 5 ബുള്ളറ്റുകൾ കൊണ്ടിട്ടുള്ള പാടുകൾ വ്യക്തമായി കാണാം. അതിന് പുറമെ എന്തുകൊണ്ടോ മൂടപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർ ചാൾസ് അവിടെ വരുന്ന പലരോടുമായിട്ട് പറയുമായിരുന്നു, ഇത് എൻ്റെ തന്നെ ചിത്രമാണ്, മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള എൻ്റെ മുഖമാണ് ഇവിടെ ചിത്രത്തിൽ വരച്ചു വച്ചിരിക്കുന്നതെന്ന്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യം വരുന്നുണ്ട്. ആ ബംഗ്ലാവിൽ അവർ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ടെലിഫോൺ കണക്ഷനും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രധാന കെട്ടിടത്തിന് പുറമെ പിന്നീട് അവർ മറ്റൊരു കെട്ടിടം കൂടി അതിനോട് ചേർത്ത് സ്ഥാപിക്കുകയുണ്ടായി. ചിക്കൻ ഹൗസ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. 3 നിലകളാണ് അതിനുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ കോഴികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് ചിക്കൻ ഹൗസ് എന്നുള്ള ഒരു പേര് ലഭ്യമായത്. തൊട്ട് മുകളിലെ 2ാം നില, ആ 2ാം നിലയിൽ കുറേയധികം പോണോഗ്രഫിയുടെ കളക്ഷൻസാണ് ഉണ്ടായിരുന്നത്. 3ാമത്തെ ഏറ്റവും കുപ്രശസ്തമായിട്ടുള്ള നില, ആ നില പിങ്ക് റൂം അല്ലെങ്കിൽ പ്ലഷർ ചേംബർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ പലപ്പോഴായിട്ട് സെക്സ് പാർട്ടീസ് നടത്താറുണ്ട്. ഒരുപാട് ആളുകൾ സെക്സ് പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. ഇവർ രണ്ടുപേരും തന്നെ നിർമ്മിച്ചിട്ടുള്ള വൈൻ അല്ലെങ്കിൽ മദ്യം അവിടെയുണ്ട്. ആ മദ്യം അവിടെ സൗജന്യമായിട്ട് ഇവർക്ക് വിളമ്പി കൊടുക്കുമായിരുന്നു. ഈ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള ഒരു റെയ്ഡിലൂടെ ഈ സ്ഥലത്ത് നിന്നും 12,000 ഡോസ് വരുന്ന LSDയും കണ്ടെത്തിയിട്ടുണ്ട്. LSD എന്ന മയക്കുമരുന്ന്. ഈ ക്രൈം നടക്കുന്നത് 1982 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. അതിന് 6 വർഷം മുൻപ് വരെ അവിടെ ചാൾസും ജോയിയും സുഖകരമായിട്ട് ജീവിച്ചു പോന്നിരുന്നു. ആ രാത്രിയിൽ ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? ആ രാത്രിയിൽ അവിടേക്ക് ഒരു കാറ് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ 2 വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. 30 വയസ്സോളം പ്രായം വരുന്ന ടോണി വെസ്റ്റും 17 വയസ്സ് മാത്രം പ്രായമുള്ള എവറി ബ്രോക്കുമാണ് ആ കാറിൽ യാത്ര ചെയ്യുന്നത്. ആ സംഭവത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇവർ 2 പേരുടെയും പാസ്റ്റിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവർ ചെയ്തു കൂട്ടിയതിന് പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ടോണി വെസ്റ്റിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അയാൾ തന്നെയാണ്. അയാളുടെ ചെറുപ്പകാലം ദാരുണമായിട്ടുള്ള ഒരു ചെറുപ്പകാലം തന്നെയായിരുന്നു. അയാളുടെ 10ാമത്തെ വയസ്സിൽ ദാരുണമായിട്ടുള്ള ഒരു കാർ അപകടത്തിലൂടെ അയാളുടെ പിതാവ് മരണമടയുകയാണ്. അതിനുശേഷം അയാളുടെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആയിരുന്നു. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ടോണിയോടും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് പെരുമാറിയിരുന്നത്. വീട്ടിൽ നിന്നും അങ്ങനെ വെളിയിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡമൊന്നും അയാൾ ആ കാലഘട്ടത്തിൽ കൊടുക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ ടോണിയും ആ പോലീസുകാരനും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ അവരുടെ ബന്ധം മുന്നോട്ട് കടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിൽ 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ ആദ്യത്തെ കൊലപാതകം ചെയ്യുകയാണ്. കൊന്നത് മറ്റാരെയുമല്ല, സ്വന്തം സഹോദരിയുടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ്.
തോക്കുപയോഗിച്ച് ആ കുഞ്ഞിൻ്റെ തലയിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആ ക്രൂരൻ ചെയ്തത്. ആ കുറ്റകൃത്യത്തെ തുടർന്നാണ് അവൻ ജുവനൈൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. 13-ാമത്തെ വയസ്സിൽ അവിടെ അടയ്ക്കപ്പെട്ട് 18-ാമത്തെ വയസ്സിൽ റിലീസാകുന്നുണ്ട്. ജുവനൈൽ ജയിലിൽ നിന്ന് തിരികെ വരുന്നവൻ ഒരു മുഴുവൻ കുറ്റവാളിയായിട്ടാണ് പുറം ലോകം കാണുന്നത്. പിന്നീടുള്ള ജീവിതകാലം പിടിച്ചുപറിയും മോഷണവും ഒക്കെ ആയിട്ടാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ 22-ാമത്തെ വയസ്സിൽ അവൻ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. മോഷണ കുറ്റത്തിനാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. 3 വർഷത്തേക്കായിരുന്നു ആ ശിക്ഷ. പക്ഷേ ആ ശിക്ഷ അവൻ അനുഭവിക്കുന്നില്ല. ശിക്ഷയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ അവൻ ജയിലിൽ ചാടുകയാണ്. ജയിലിൽ ചാടി പിന്നീട് 5 വർഷം സുഖകരമായിട്ട് തന്നെ അവൻ ജീവിക്കുകയാണ്. സുഖകരമെന്ന് പറയാൻ കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ അവൻ വിവാഹം കഴിക്കുന്നുണ്ട്. 5 വർഷം കൊണ്ട് 5 കുട്ടികളുടെ പിതാവായിട്ട് മാറുന്നുമുണ്ട്. അങ്ങനെ 5 വർഷങ്ങൾ കഴിഞ്ഞ് അവന് 27 വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. വളരെ നിസ്സാരമായ കാര്യത്തിനായിരുന്നു ആ ശ്രമം നടന്നത്. കൊല്ലാൻ ശ്രമിച്ചത് ഭാര്യയുടെ സഹോദരനെ തന്നെയാണ്. ടോണിയും ഭാര്യ സഹോദരനും തമ്മിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചീട്ട് കളിക്കിടയിൽ അവർ തമ്മിൽ വാക്കുതർക്കമായി. വാക്കുതർക്കത്തിനിടയിൽ എപ്പോഴോ അയാൾ പോക്കറ്റിൽ കരുതിയിരുന്ന തോക്കെടുത്ത് നിറയൊഴിക്കുകയായിരുന്നു. 5 തവണയാണ് നിറയൊഴിച്ചത്. ആദ്യത്തെ 2 വെടിയുണ്ടകൾ ഏറ്റത് വയറ്റിലാണ്. 3-ാമത്തെ വെടിയുണ്ട തലയ്ക്കാണ്. 4-ാമത്തെയും 5-ാമത്തെയും വെടിയുണ്ട ഏറ്റത് അയാളുടെ പിൻഭാഗത്താണ്. പക്ഷേ അത്ഭുതമെന്ന് പറയാം, ആ വ്യക്തി മരണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ടെക്നിക്കലി അതൊരു കൊലപാതകം തന്നെയായിരുന്നു. പക്ഷേ എന്തോ അത്ഭുതം കൊണ്ട് ആ വ്യക്തി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതക ശ്രമത്തിനാണ് ഇത്തവണ അവൻ അകത്താകുന്നത്. കൊലപാതക ശ്രമമായതുകൊണ്ട് തന്നെ വെറും 3 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് അവന് ലഭ്യമാകുന്നത്. 1982-ൽ 30-ാമത്തെ വയസ്സിൽ അവൻ ജയിൽ മോചിതനാവുകയാണ്. ഒരു ട്രെയിലറിലാണ് പിന്നീട് അവൻ്റെ ജീവിതം കഴിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അവന് പോകാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഭാര്യയുടെ അരികിലേക്ക് പോകാൻ സാധിക്കുകയില്ല. മക്കളെ കാണാനും സാധിക്കുന്നതല്ല. ആ കാലഘട്ടത്തിലാണ് 17 വയസ്സുകാരനായ എവറി ബ്രോക്കിനെ അവൻ പരിചയപ്പെടുന്നത്. അത്ഭുതമെന്ന് തന്നെ പറയാം. എവറി ബ്രോക്കിൻ്റെ ജീവിതം ടോണിയുടെ ജീവിതത്തിനോട് വളരെയധികം സാമ്യമുള്ളതാണ്. ഏതാണ്ട് 10-ാമത്തെ വയസ്സിൽ തന്നെ എവറി ബ്രോക്കിൻ്റെ അച്ഛനും മരണമടയുകയാണ്. അമ്മ മറ്റൊരു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിക്കുന്ന ആ വ്യക്തി വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. തീർത്തും സമാനമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഇവിടെ നയിച്ചത്. പക്ഷേ എവറി ബ്രോക്കിൻ്റെ അച്ഛൻ, 2-ാമത്തെ അച്ഛൻ, അയാൾ കുറച്ചുകൂടെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾ നിരന്തരം അയാളുടെ ഭാര്യയെയും എവറി ബ്രോക്കിനെയും മർദ്ദിക്കുമായിരുന്നു. പക്ഷേ എവറി ബ്രോക്കിന് തിരിച്ച് മർദ്ദിക്കാൻ സാധിക്കുമായിരുന്നില്ല. ടോണി വെസ്റ്റും അച്ഛനും തമ്മിലുള്ള തർക്കത്തിനിടയിൽ ടോണി വെസ്റ്റ് അങ്ങോട്ടും മർദ്ദിക്കുമായിരുന്നു. പക്ഷേ എവറി ബ്രോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ എവറി ബ്രോക്കിന് അയാളുടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. വെറും 17 വയസ്സ് മാത്രമാണ് പ്രായം. കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല, ജോലിയുമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. മോഷണത്തിലൂടെ തന്നെയാണ് ഭക്ഷണം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പണം അപഹരിക്കുക, അതുപയോഗിച്ച് ജീവിക്കുക, ഇതേ രീതിയിൽ തന്നെയാണ് ടോണിയും കഴിച്ചു കൂട്ടുന്നത് അയാളുടെ ജീവിതം. ടോണി വെസ്റ്റും എവറി ബ്രോക്കും പരസ്പരം കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായിട്ടും അവർ 2 പേരും ഒന്നിക്കുന്നതാണ്. കാരണം 2 പേരുടെയും ജീവിത ശൈലി ഒന്നു തന്നെയാണ്. 2 പേരുടെ ലക്ഷ്യവും ഒന്നു തന്നെയാണ്. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന 2 വ്യക്തികളാണ്. അവർ ആ ട്രെയിലറിൽ ജീവിതകാലം കഴിച്ചു കൂട്ടാനായിട്ട് തുടങ്ങി. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലഹരിയാണ്. എങ്ങനെയും ലഹരിക്കുള്ള പണം കണ്ടെത്തുക. ഭക്ഷണം അത് കഴിഞ്ഞ് മാത്രമേ വരുന്നുള്ളൂ. ഏറ്റവും കുറച്ച് പണം ഉപയോഗിച്ചിട്ട് ലഹരി ലഭ്യമാകണം. അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് തിന്നറാണ്. പെയിൻ തിന്നറും അതുപോലെ ഗ്ലൂ, ആ 2 മിശ്രിതവും കൂടെ ചേർത്തിട്ട് അവർ മണപ്പിക്കും. അങ്ങനെ മണപ്പിച്ചാണ് അവർ ലഹരി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇവർ 2 പേരും താമസിക്കുന്ന ട്രെയിലർ ഞാൻ ആദ്യം പറഞ്ഞ ആ ചെകുത്താൻ കോട്ടയുടെ വളരെ അരികിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ചെകുത്താൻ കോട്ടയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രോപ്സ്വുഡ് മാനറിനെ കുറിച്ച് ഇവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടുത്തെ സെക്സ് തന്നെയാണ്. അവർക്ക് സൗജന്യമായിട്ട് അവിടെ സെക്സ് ചെയ്യാൻ സാധ്യമാകും. സെക്സ് പാർട്ടികൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ സൗജന്യമായിട്ട് മദ്യവും അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ മറ്റൊരു ചിന്ത കൂടി അവരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം. കാരണം ചാൾസും ജോയിയും അവിടെ അസാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് കഴിച്ചു കൂട്ടുന്നത്. അവിടെ വൈദ്യുതിയില്ല, പുറം ലോകവുമായിട്ട് കാര്യമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൺവെൻഷണലായിട്ടുള്ള ബാങ്ക് ഒന്നും അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുകയില്ല.
അത്രയധികം വലിപ്പമുള്ള ഒരു മാനർ സ്ഥാപിക്കണമെങ്കിൽ, അത്രയധികം വലിയൊരു ഭൂഭാഗം സ്വന്തമായിട്ട് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പക്കൽ പണം ഉണ്ടായിരിക്കണം. ആ പണം അവർ ബാങ്കിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കുകയില്ല, ആ വീടിൻ്റെ ഉള്ളിൽ, ആ മാനറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പണം ഇവർക്ക് കവരാൻ, മോഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ലക്ഷ്യങ്ങളുമായിട്ടാണ് ഇവർ രണ്ടുപേരും യാത്ര തിരിക്കുന്നത്. രാത്രി സമയമാണ്, പക്ഷേ പോകുന്ന വഴിയിൽ ഇവർ രണ്ടുപേരെ കൂടി ആ വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്. പക്ഷേ ആ രണ്ടു പേർക്കും ഈ യാത്രാ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ലായിരുന്നു. എന്തിനായിരിക്കണം ആ രണ്ടുപേരെ വാഹനത്തിൽ കയറ്റിയത്? അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരവും നമുക്ക് ലഭ്യമല്ല. വാഹനത്തിൽ കയറ്റുന്നത് ജോയി വെൽസ് എന്ന ടോണിയുടെ ഒരു അനന്തരവനെയാണ്. ആ അനന്തരവന് പുറമെ അയാളുടെ ആ ദിവസത്തെ ഡേറ്റ് ആയിട്ടുള്ള തെരേസയുമുണ്ട്. അതായത് ഈ ജോയി വെൽസും തെരേസയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, 1-2 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസത്തെ ഡേറ്റിന് വേണ്ടി അവളെ ക്ഷണിച്ചതാണ്. അങ്ങനെ ആ ഡേറ്റ് ഈ ഒരു പ്ലഷർ ചേംബറിൽ വെച്ച്, അല്ലെങ്കിൽ പിങ്ക് റൂമിൽ വെച്ച് നടത്താമെന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും ആ വാഹനത്തിൽ കയറുന്നത്. അങ്ങനെ ആ 4 സംഘം ആ മാനറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവിടെ അവർ എത്തിച്ചേരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. അവിടെ താമസിക്കുന്ന ആ 2 വ്യക്തികൾ, അവരുടെ പ്രത്യേകത എന്താണ്? ഒരാൾ ഡോക്ടർ ചാൾസ് ആണ്. അയാൾ PhD നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു അസാധാരണമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയാണ്. അയാൾക്ക് 1-ലധികം ഡിഗ്രികൾ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഫാർമക്കോളജിയിൽ അയാൾ PhDയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിൽ ഒരു ശാസ്ത്ര ഗവേഷകനായിട്ടാണ് അയാൾ പ്രവർത്തിച്ചിരുന്നത്. അയാൾ നടത്തിയിരുന്ന ഗവേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ഗവേഷണം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഗവേഷണങ്ങൾ നടത്തുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. LSD എന്ന ആ മയക്കുമരുന്നിൽ തന്നെയാണ് ഗവേഷണം നടത്തിയിരുന്നത്. സംഭവം നടക്കുന്നത് 80കളിലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് LSDക്ക് കൂടുതൽ പ്രാധാന്യം ലഭ്യമാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് LSD മനുഷ്യരിൽ എന്ത് തരത്തിലുള്ള എഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഗവേഷണമാണ് അയാൾ നടത്തിയിരുന്നത്. ആ ഗവേഷണത്തിന് വേണ്ട പണം പൂർണ്ണമായിട്ടും കൊടുത്തിരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അങ്ങനെ വളരെയധികം പണം സമ്പാദിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഗവേഷകനെ പോലെയല്ല അമേരിക്കയിലെ ഒരു ഗവേഷകൻ. അമേരിക്കയിലെ ഒരു ഗവേഷകൻ എന്ന് പറയുന്നത് കോടീശ്വരനായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് വരെ മാത്രമേ ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ധാരാളമായിട്ട് പണം സമ്പാദിച്ചിരുന്ന ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയാണ്. ഒരു സയൻറ്റിസ്റ്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും സയൻറ്റിസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ജീവിതശൈലിയൊന്നും ആയിരുന്നില്ല ചാൾസിനുണ്ടായിരുന്നത്. ചാൾസ് തലമുടി പിങ്ക് കളർ പൂശിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രമായിരുന്നു. അയാളുടെ പെരുമാറ്റ രീതിയിലൊക്കെ ആ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് ഒരിക്കലും അയാളെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരുന്നു. അയാൾ 2 വിവാഹം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വിവാഹത്തിലൂടെ അയാൾക്ക് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. ചാൾസിൻ്റെ ഈ കുടുംബം ചിക്കാഗോയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു മാൻഷനിലാണ് ജീവിച്ചു പോന്നിരുന്നത്. ആ ഘട്ടത്തിൽ മാത്രമാണ് ഈ ഒരു മാനറിലെ, അതായത് കോപ്സ്വുഡ് മാനറിലെ 2ാമത്തെ കഥാപാത്രമായിട്ടുള്ള ജോയിയെ ചാൾസ് പരിചയപ്പെടുന്നത്. ജോയിയുടെ ജീവിതം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ജോയിക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ മികച്ച ഒരു പാചകക്കാരനായിരുന്നു. അയാളുടെ വീട്ടിലെ ഒരു ഷെഫായിട്ടാണ് ജോയിയെ ആദ്യം എടുക്കുന്നത്. പക്ഷേ പിന്നീട് പോകെ പോകെ അവർ 2 പേർക്കും ഇടയിൽ ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത ഒരു പ്രണയബന്ധം ഉണ്ടാവുകയായിരുന്നു. അതെ, 2 പേരും ഹോമോസെക്ഷൽ ആയിരുന്നു. ആദ്യഘട്ടങ്ങളിലൊന്നും ചാൾസിന് അത് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. അയാൾക്ക് സ്വന്തം ഭാര്യയോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ മക്കളെ ഓർത്ത് അയാൾ കാത്തിരിക്കുകയായിരുന്നു. ആ 4 മക്കൾക്കും പ്രായപൂർത്തിയായി കഴിഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഭാര്യയുമായിട്ട് ഡൈവോഴ്സിൽ ഏർപ്പെടുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ അവകാശപ്പെട്ട പണം കൊടുത്തതിന് ശേഷം മാത്രമാണ് അയാളുടെ ബാക്കിയുള്ള സ്വത്തുക്കൾ ഉപയോഗിച്ചിട്ട് ജോർജിയയിലെ ആ 40 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ മനോഹരമായിട്ടുള്ള ഒരു മാനർ സ്ഥാപിക്കുന്നത്. അയാളോടൊപ്പം തന്നെ ജോയിയും ഉണ്ടായിരുന്നു. അവർ 2 പേരും തമ്മിലുള്ള പ്രണയബന്ധം അപ്പോഴേക്കും വളരെയധികം വളർന്നിട്ടുണ്ടായിരുന്നു. ഇവർ 2 പേരും തമ്മിൽ അത്യാവശ്യം പ്രായവ്യത്യാസമുണ്ട്. ചാൾസിന് ഈ സമയത്ത് ഒരു 56 വയസ്സാണ് പ്രായമെങ്കിൽ ജോയിയുടെ പ്രായം 44 വയസ്സാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാറിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ 4 പേര്, ആ 4 പേരിൽ ഒരാളുടെ പേരും ജോയി തന്നെയാണ്, ജോയി വെൽസ്. അതായത് ടോണിയുടെ അനന്തരവനായിട്ടുള്ള തെരേസയുടെ താൽക്കാലിക കാമുകനായിട്ടുള്ള ജോയി വെൽസ്. അതുകൊണ്ട് തന്നെ വെൽസ് എന്ന് മാത്രമേ ഇനി ഞാൻ ആ ജോയി വെൽസിനെ കുറിച്ച് പറയുകയുള്ളൂ.
ജോയി എന്ന് മാത്രമാണ് ഈ കഥാപാത്രമായിട്ടുള്ള ജോയിയെക്കുറിച്ച് പറയുക. അവർ രണ്ടുപേരും അങ്ങനെ സുഖകരമായിട്ട് തന്നെ അവിടെ ജീവിച്ചു പോവുകയാണ്. ആദ്യമൊക്കെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ചാൾസ് ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അയാളുടെ ആ ഒരു മാനറിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന ആ സ്ഥലത്തുള്ള ആളുകളെ പലപ്പോഴായിട്ട് ആ മാനറിലേക്ക് വിളിച്ചു വരുത്തുകയും വളരെ മനോഹരമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇതിൽ സെക്സ് പാർട്ടികളുമൊക്കെ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അയാളുടെ മാനറിൽ ഇപ്രകാരം എത്തിച്ചേരുന്ന പല ആളുകളും മാനറിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കവർന്നുകൊണ്ട് പോകുന്നത് ചാൾസിനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. പലരും അവിടെ അലങ്കോലപ്പെടുത്താൻ തുടങ്ങി, പല വസ്തുക്കളും പൊട്ടിക്കാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് മറ്റൊരു ബിൽഡിങ് അതിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കാൻ തുടങ്ങുന്നത്. അതാണ് ചിക്കൻ ഹൗസ്. ഇനി നമുക്ക് സംഭവ ദിവസത്തിലേക്ക് മടങ്ങി വരാം. 1982 ഡിസംബർ മാസം 12-ാം തീയതി 4 പേരടങ്ങുന്ന ആ കാറ് പതിയെ ആ മാനറിൻ്റെ കവാടവും ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു. ടോണിയാണ് ആദ്യം വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ കോളിംഗ് ബെല്ലാണ് ആദ്യം പരിശോധിച്ചത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു കോളിംഗ് ബെൽ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് അയാൾ വാതിലിൽ മുട്ടുകയാണ് ഉണ്ടായത്. വാതിലിൽ മുട്ടി അധികം വൈകാതെ തന്നെ ചാൾസ് വാതിൽ തുറക്കുന്നുണ്ട്. ചാൾസിന് അവിടെ ആളുകൾ വരുന്നതിൽ വലിയ സന്തോഷമാണുള്ളത്. ആ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അയാൾക്കൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൃദ്യമായിട്ട് തന്നെ ആ 4 പേർ സംഘത്തെ അയാൾ സ്വീകരിക്കുകയാണ്. പക്ഷേ മാനറിലേക്കല്ല സ്വീകരിക്കുന്നത്, മറിച്ച് ചിക്കൻ ഹൗസിലേക്കാണ് സ്വീകരിക്കുന്നത്. അവിടെയാണ് പാർട്ടി നടക്കുക. പക്ഷേ ജോയി കുറച്ച് തിരക്കിലായിരുന്നു. അയാൾക്ക് അടുക്കളയിൽ ചില പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോയി അവരോട് പറഞ്ഞു, നിങ്ങൾ ചിക്കൻ ഹൗസിലേക്ക് പോയിക്കൊള്ളുക, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ചില പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം വന്ന് ചേരുന്നതാണ്. അങ്ങനെ ചാൾസും ആ 4 പേർ സംഘവും ചിക്കൻ ഹൗസിലേക്ക് പുറപ്പെടുകയാണ്. അവർ നേരെ പോകുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള പിങ്ക് റൂമിലേക്കാണ്, അല്ലെങ്കിൽ പ്ലഷർ ചേംബറിലേക്കാണ്. അവിടെ എത്തിച്ചേർന്ന തൻ്റെ അതിഥികൾക്ക് അവിടെ കരുതി വെച്ചിരുന്ന മദ്യം വിളമ്പുകയാണ് ചാൾസ്. അയാൾ വളരെ സന്തുഷ്ടനാണ്. എല്ലായ്പ്പോഴും അയാൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരുമായിട്ടും സംവദിക്കുക. ഇവിടെയും അതുതന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് ചാൾസിന് ബോധ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ സംഭാഷണങ്ങൾ മുഴുകിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവറി ബ്രോക്സ് ചാടി എണീക്കുകയാണ്. എഴുന്നേറ്റിട്ട് അയാൾ പറയുന്നത്, എനിക്ക് എൻ്റെ ലഹരി വേണം, ഞാനത് എടുക്കാൻ പോവുകയാണ്. അയാൾ പറയുന്ന ലഹരി മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് തിന്നറും ഗ്ലൂവും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം. അത് മണപ്പിച്ചിട്ടാണല്ലോ ഇവർ ലഹരി എടുക്കുന്നത്. അത് ഞാൻ വാഹനത്തിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അത് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എവറി അവിടെ നിന്നും കാറിലേക്ക് പോവുകയാണ്. പക്ഷേ എവറിയുടെ ലക്ഷ്യം ആ ഒരു കൂട്ടെടുത്തുകൊണ്ട് വരികയല്ല, മറിച്ച് വാഹനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗൺ എടുക്കുക എന്നതാണ്. ഗണ്ണെടുത്തുകൊണ്ട് ചടുലമായ വേഗതയിൽ അയാൾ ചിക്കൻ ഹൗസിലേക്ക് മടങ്ങിയെത്തി. പിങ്ക് ഹൗസിൽ ആ തോക്കും ചൂണ്ടിക്കൊണ്ടാണ് അയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അത് കണ്ടപാടെ ചാൾസ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തോ ഒരു നാടകത്തിനുള്ള അല്ലെങ്കിൽ ഒരു തമാശയ്ക്കുള്ള വകുപ്പ് ഒപ്പിക്കുകയാണെന്നാണ് ചാൾസ് കരുതുന്നത്. തോക്കുകൊണ്ടാണോ വന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് വെടിവെക്കുക, എനിക്ക് മരണമടഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ചാൾസ് വാചാലനാകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തെരേസയ്ക്ക് അല്പം ഒരു ഭയം തോന്നുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തെരേസയ്ക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ വെൽസ് അതൊരു തമാശയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. മുൻപിൽ നിൽക്കുന്ന ചാൾസ് ഈ തോക്ക് കണ്ട് ഭയപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ എവറി അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ചാൾസിൻ്റെ കഴുത്തിന് നേരെ വെച്ചു. അത് കണ്ടപ്പോൾ ചാൾസിന് വ്യക്തമായി സംഭവം താൻ വിചാരിക്കുന്നത് പോലൊരു തമാശയല്ല, മറ്റെന്തോ സംഭവിക്കാൻ പോവുകയാണ്. അയാൾ ഉറക്കെ അലറി, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് പണമാണ്, നിങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണം അത് ഞങ്ങൾക്ക് തരിക. ഇത് കേട്ടപാടെ തെരേസയും വെൽസും ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ആഘോഷിക്കാൻ എത്തിച്ചേർന്നതല്ലേ, എന്തിനാണ് ഈ നാടകമൊക്കെ, ഇത് അവസാനിപ്പിക്കുക. ടോണിയാണ് അതിന് മറുപടിയായിട്ട് അലറിയത്, നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആദ്യം മരണമടയാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. ചാൾസ് ഇവിടെ തെരേസയെ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. തെരേസ വിഷമിക്കേണ്ട, നമുക്ക് ഇവരോട് കാര്യങ്ങൾ ധരിപ്പിക്കാം, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഇവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട വ്യക്തി ചാൾസാണ്. ചാൾസിനെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. ചാൾസിനോട് ഇവർ വീണ്ടും അലറിക്കൊണ്ട് ചോദിച്ചു, എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് പറയുക, ഞങ്ങൾക്ക് ആ പണവും എടുത്ത് ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ പണം ഇവിടെ നിന്ന് സൂക്ഷിച്ചിട്ടില്ല. പണം എങ്ങനെയാണ് വീട്ടിൽ സൂക്ഷിക്കുന്നത്? എൻ്റെ പണം മുഴുവനും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്കിലാണ്. നാളെ നേരം വെളുക്കട്ടെ, ഞാൻ ബാങ്കിൽ പോയി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം എടുത്ത് തരാവുന്നതാണ്. പക്ഷേ എവറി അത് വിശ്വസിക്കുന്നില്ല. ടോണിയും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല.
അയാൾ ചാൾസിനെ മർദ്ദിക്കുകയാണ്. അയാളുടെ കൈകാലുകൾ അവർ കരുതിയിരുന്ന വടം ഉപയോഗിച്ച് കെട്ടുകയാണ് മുറുക്കെ തന്നെ. അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റിൻ്റെ ഒരു കഷ്ണമെടുത്ത് അയാൾ ചാൾസിൻ്റെ വായിലേക്ക് തിരികെ കയറ്റുന്നുണ്ട്. കാരണം ചാൾസ് ഒച്ച വെച്ച് കരയുകയാണ്. ഒരുപക്ഷെ ജോയ് ഇത് കേൾക്കുകയാണെങ്കിൽ അവിടെയുള്ള പണവും എടുത്ത് അവിടെ നിന്ന് കടന്നു കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. എവറി ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ചാൾസിനോട് ഒടുവിലായിട്ട് എവറി പറയുകയാണ്, നിങ്ങൾ പണം തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ താഴേക്ക് പോവുകയാണ്, നിങ്ങളുടെ പ്രധാന കൊട്ടാരത്തിലേക്ക് ഞാൻ പോവുകയാണ്, അവിടെ ജോയ് ഉണ്ടല്ലോ, ജോയിയുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങിക്കൊള്ളാം. ഇത് പറഞ്ഞുകൊണ്ട് എവറി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പിന്നീട് ടോണിയുടെ നിരീക്ഷണത്തിലാണ് ചാൾസും അവിടെയുള്ള മറ്റ് 2 പേരും നിലനിൽക്കുന്നത്. ചാൾസിന് വലിയ രീതിയിലുള്ള ഭയമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ജോയിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? തൻ്റെ ജീവിതത്തിൽ ഇനിയുള്ളത് ജോയ് മാത്രമാണ്. ജോയിയാണ് അയാളുടെ ജീവിതം. അയാൾ പതിയെ കാതോർത്തിരുന്നു, അവിടെ എന്തെങ്കിലും ഒരു വെടിയൊച്ച കേൾക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. സമയം അല്പം കടന്നുപോയി. ഒരു 10-15 മിനിറ്റ് കടന്നു പോയിട്ടുണ്ടാകും. അതിനുശേഷം ഒരു വെടിയൊച്ച കേൾക്കുന്നുണ്ട്. ഒന്നല്ല, ഒന്നിന് പുറകെ 4 വെടിയൊച്ചകൾ. അത് കേട്ടപ്പോൾ ചാൾസ് മുറുക്കെ കണ്ണുകൾ അടച്ചു. കണ്ണുകൾ പിന്നീട് അയാൾ പതിയെ തുറന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എവറി താഴെ നിന്നും പടികൾ കയറി ഓടി വരുന്ന ശബ്ദം ചാൾസിന് വ്യക്തമായിട്ട് കേൾക്കാം. അത് എവറിയുടെ കാലൊച്ച തന്നെയാണോ അതോ ജോയിയുടെ കാലൊച്ചയാണോ? ജോയ് ഇത്രയും വേഗതയിൽ ഓടി വരാറില്ലല്ലോ. ആരാണ് അവിടെ മരണമടഞ്ഞിരിക്കുന്നത്? ജോയി ആണോ അതോ എവറിയാണോ? മരണമടഞ്ഞത് എവറി തന്നെ ആയിരിക്കണേ എന്ന് ചാൾസ് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ചെകുത്താനോടായിരിക്കാം. എന്തായാലും അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനിടയിൽ ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കടന്നു വരുന്നത് എവറിയാണ്. എവറിയുടെ ദേഹത്ത് രക്തം പുരണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് ചാൾസിന് കാണാൻ സാധിക്കും. അയാൾ പൊട്ടിക്കരയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കരയാൻ സാധിക്കുന്നില്ല. വായിൽ തുണി തിരികിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരെ കൂട്ടിക്കൊണ്ട് എവറിയും ടോണിയും അവിടെ നിന്നും മാനറിലേക്ക് മടങ്ങി വരികയാണ്. മാനറിലെ അടുക്കള ഭാഗത്ത് എത്തിയപ്പോൾ ചാൾസ് പ്രതീക്ഷിച്ച ആ കാഴ്ച തന്നെ അയാൾക്ക് കാണാൻ സാധ്യമായി. അവിടെ തൻ്റെ പ്രിയപ്പെട്ട ജോയി മരണമടഞ്ഞിരിക്കുകയാണ്. അയാളുടെ തലയിൽ 3-4 വെടിയുണ്ടകൾ ഏറ്റ പാടുകളുണ്ട്. ചാൾസിനെ ബലമായിട്ട് അവിടെയുള്ള സോഫയിലേക്ക് അവർ ഇടുകയാണ് ഉണ്ടായത്. അയാളുടെ കൈകാലുകളൊക്കെ തന്നെയും ബന്ധിച്ചിരിക്കുകയാണ്. വായിൽ തുണി തിരികെ വെച്ചിരിക്കുകയാണ്. അവരോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഇത്തവണ ആവശ്യപ്പെട്ടത് ടോണിയാണ്, നിങ്ങളിവിടെ സൂക്ഷിച്ചിരിക്കുന്ന പണം തരിക. ഈ സമയം എവറി അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നതെല്ലാം അലങ്കോലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. പണം അവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധ്യമാകുന്നില്ല. ചാൾസിന് എല്ലാം നഷ്ടപ്പെട്ടു. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോയ് മരണമടഞ്ഞിരിക്കുകയാണ്. അയാൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ബാക്കിയില്ല. അയാൾ ഈ ചോദ്യങ്ങളൊന്നും വകവയ്ക്കാതെ പതിയെ ഇഴഞ്ഞുകൊണ്ട് ജോയിയുടെ അരികിലേക്ക് പോവുകയാണ്. ജോയിക്ക് ഇനിയും ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ബാക്കി ഉണ്ടായിരിക്കുമോ? ജോയിയുടെ അരികിലേക്ക് ഇഴഞ്ഞു പോകുന്ന ചാൾസിനെ ടോണി നിരീക്ഷിക്കുന്നുണ്ട്. അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പതിയെ ഉയർത്തുകയാണ്. വെൽസും തെരേസയും അത് എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 2 പേരെയും തള്ളി മാറ്റിക്കൊണ്ട് ചാൾസിൻ്റെ തലയിൽ വെടിവെക്കുകയാണ്. 1-2 5 റൗണ്ട് വെടികളാണ് വെക്കുന്നത്. മുൻപ് കാണിച്ച ആ ചിത്രത്തിലെ അതേ രീതിയിൽ തന്നെ അയാൾ മരണമടയുകയാണ്. തലയിൽ 5 വെടിയുണ്ടകൾ ഏറ്റിട്ടുണ്ട്. വായിൽ എന്തോ തിരികെ വെച്ചിട്ടുമുണ്ട്. പിന്നീട് എവറിയും ടോണിയും അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് പണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ചാൾസ് പറഞ്ഞത് സത്യമാണെന്ന് അനുമാനിക്കേണ്ടി വരും. കാരണം അവിടെ കാര്യമായിട്ട് പണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1-2 ആഭരണങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള ചില പണവും അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതെല്ലാം കൈക്കലാക്കിയതിന് ശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ കാറ് പ്രവർത്തിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ എവറി അവിടെ ഉണ്ടായിരുന്ന ജീപ്പിൻ്റെ താക്കോൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. അത് അയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീപ്പ് ചാൾസിൻ്റെ ജീപ്പാണ്. ജീപ്പ് അവിടെ ഉള്ള കാര്യം അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ജീപ്പിൻ്റെ താക്കോൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പുറത്ത് ടോണി ചില വികൃതികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രക്രിയ. അവിടെ ഉണ്ടായിരുന്ന തെരേസയെ ബലം പ്രയോഗിച്ച് അയാൾ കിടപ്പറയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വെല്ലത് തടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വെല്ലിൻ്റെയും തെരേസയുടെയും ശ്രമം കാരണം അയാൾക്ക് അവളെ പീഡിപ്പിക്കാൻ സാധ്യമാകുന്നില്ല. ഈ സമയത്തിനിടയിൽ അവിടെ നിന്നും ജീപ്പിൻ്റെ താക്കോല് എവറി കണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും ആ ജീപ്പിലേറി അവിടെ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ആദ്യം അവർ പോകുന്നത് ടോണിയുടെ സഹോദരിയുടെ വീട്ടിലേക്കാണ്, അതായത് വെൽസിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ തെരേസയെ ബലമായിട്ട് പൂട്ടിയിടാനാണ് സഹോദരിയോട് പറയുന്നത്. ടോണിയുടെ ആ പറച്ചിൽ കേട്ടിട്ട് ഭയത്തോടു കൂടി തന്നെ സഹോദരി അവളെ ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ് ഉണ്ടായത്.
വെൽസും അവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നീട് ടോണിയും എവറിയും ആ ജീപ്പിലേറി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരുടെ ജീപ്പിലാണ്? മരണമടഞ്ഞ ചാൾസിൻ്റെ ജീപ്പിലാണ്. ആരും ഒന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള രൂപകൽപ്പനയുള്ള, വിചിത്രമായ രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീപ്പാണ് ഈ ചാൾസിൻ്റെ ജീപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ രക്ഷപ്പെടുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ചാൾസും ജോയിയും മരണമടഞ്ഞ വാർത്ത പുറം ലോകം അറിയാൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കും. ചിലപ്പം ആരും അറിഞ്ഞില്ല എന്നും വരും. കാരണം ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ് ആ മാനർ സ്ഥിതി ചെയ്യുന്നത്. ചാൾസിൻ്റെ ക്ഷണം സ്വീകരിച്ച് മാത്രമാണ് അവിടെ ആളുകൾ എത്തിച്ചേരുന്നത്. ചാൾസ് ക്ഷണിച്ചില്ലെങ്കിൽ ആരും തന്നെ എത്തിച്ചേരുന്നതല്ല. അവരുടെ ദുർഗന്ധം പോലും പുറം ലോകം അറിയുകയില്ല. പക്ഷേ തെരേസ, അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ. അവർ ജോർജിയ സ്റ്റേറ്റിൻ്റെ അതിർത്തിയിലെത്തിയപ്പോഴാണ് ജീപ്പിൻ്റെ കാര്യം ഓർത്തത്. ഈ ജീപ്പിൽ ഇനി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല, ജീപ്പ് എങ്ങനെയെങ്കിലും മാറ്റണം. അപ്പോഴേക്കും അടുത്ത ദിവസമായിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാത്രിയാണ്. അവർ അടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വാഹനം അടുപ്പിച്ചു. വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം കണ്ടെത്തണം. അവിടെയെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു ടൊയോട്ട കാർ കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ആ കാറിലുള്ള വ്യക്തി അയാൾ ഉറങ്ങുകയാണ്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമെന്ന് അവർ ഉറപ്പിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് ഒരു സാധാരണക്കാരനല്ല, 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ നേവിയിലെ ലെഫ്റ്റനൻറ്റ് ഓഫീസറാണ്. അയാളുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. അമ്മയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. യാത്രക്കിടയിൽ ക്ഷീണം തീർക്കാനായിട്ട് വാഹനം ആ റെസ്റ്റോറൻറ്റിൽ അടുപ്പിച്ച് കുറച്ച് നേരത്തേക്കൊന്ന് മയങ്ങുകയായിരുന്നു ആ പാവം 26-കാരൻ. അയാളുടെ പേര് കിർബി ഫെൽപ്സ് എന്നാണ്. ടോണി ആ കാറിൻ്റെ അരികിൽ ചെന്ന് ആ അടഞ്ഞു കിടന്ന ഡോറിലെ ഗ്ലാസ്സിൽ ആഞ്ഞ് 2 തവണ മുട്ടി. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ ഉറക്കച്ചടവോടുകൂടി കിർബി ആ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അതൊരു അവസരമായിട്ട് തന്നെ ടോണി എടുത്തു. അയാളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അയാളുടെ 2 കൈകളും പിന്നിലേക്ക് പിടിച്ചു വെച്ച് കെട്ടുകയാണ്. മുൻകൂട്ടി കരുതിയിരുന്ന ഒരു കേബിൾ വയർ ഉപയോഗിച്ചിട്ടാണ് അയാൾ കെട്ടിവെക്കുന്നത്. ഈ സമയത്ത് എവറി ആ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി താക്കോല് കരസ്ഥമാക്കുന്നുമുണ്ട്. പിന്നീട് ടോണി അയാളെ വലിച്ചഴച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു വനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വനത്തിൽ അയാളെ കെട്ടിയിട്ടതിന് ശേഷം കാറിലേറി യാത്ര ചെയ്യാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അയാളെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ സ്റ്റേറ്റും കടന്ന് വെളിയിലേക്ക് പോകണം, അതിനുശേഷം ഈ കാറ് ഉപേക്ഷിക്കാമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അവിടെ വളരെ ക്രൂരമായിട്ടുള്ള മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. കിർബിയെ ബലം പ്രയോഗിച്ച് അയാൾ അവിടെ കെട്ടിയിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ധീരനായിട്ടുള്ള ഒരു ലെഫ്റ്റനൻ്റാണ് ഈ കിർബി. അയാൾ അത് ചെറുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ചെറുക്ക് നിൽപ്പിനിടയിൽ ടോണി അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വീണ്ടും പ്രയോഗിക്കുകയാണ്. 2 റൗണ്ട് വെടിവെക്കുന്നുണ്ട്. ആ വെടിവെപ്പോടുകൂടി തന്നെ കിർബി മരണമടയുകയാണ്. പിന്നീട് അയാൾ മടങ്ങി എവറിയുടെ അടുത്തേക്ക് എത്തുകയാണ്. 2 പേരും ആ കാറിലേറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. അവർ കുറേയധികം ദൂരം യാത്ര ചെയ്തതിനു ശേഷം റോഡ് അരികിൽ തന്നെയുള്ള ഒരു മോട്ടലിൽ വാഹനം അടുപ്പിക്കുന്നുണ്ട്. അവിടെ ഏതാനും ദിവസം ചെലവഴിക്കാമെന്ന് കരുതുന്നു. പക്ഷേ ഈ സമയത്ത് തെരേസ ടോണിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവർ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ മൊഴി കൊടുക്കുന്നുണ്ട്. പോലീസ് ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ അവർക്കാർക്കും തന്നെ ഈ 2 കുറ്റവാളികളെ കണ്ടെത്താൻ സാധ്യമായില്ല. പക്ഷേ ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. 2 പേരും ക്രിമിനൽസ് തന്നെയാണ്. 2 പേരും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2 പേരുടെയും കയ്യിലുണ്ടായിരുന്ന പണം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പണം പോലും അവരുടെ കയ്യിലില്ല. മോട്ടലിൽ കൊടുക്കാനുള്ള പണവും അവരുടെ പക്കലില്ല. 2 പേരും പല കാരണങ്ങൾ കൊണ്ട് അടിയുണ്ടാക്കി പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ 2 പേർക്കും വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം പണമില്ല, ജോലിയില്ല, പോകാനായിട്ട് ഒരു സ്ഥലവുമില്ല. ഇനി എന്താണ് വേറെ നിവൃത്തിയുള്ളത്? 2 പേരും വ്യത്യസ്തമായിട്ടുള്ള 2 പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ്. പിന്നീടാണ് വിചാരണ നടക്കുന്നത്. വിചാരണ നടക്കുമ്പോൾ എല്ലാം കീഴ്മേൽ മറിയുകയാണ്. നമ്മൾ വിചാരിക്കുക നാട്ടുകാരും വേണ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെയും ആ മരണമടഞ്ഞ പാവപ്പെട്ട ചാൾസിൻ്റെയും ജോയിയുടെയും ഒപ്പമായിരിക്കും നിൽക്കുക എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ഉണ്ടാകുന്നത്. ആളുകൾ പറയുന്നത് അവർ മരിച്ചത് എന്തുകൊണ്ടും നല്ലതായി എന്നാണ്. അവരുടെ ആ മരണശേഷം പോലീസുകാർ അവിടെ പോയി കേസന്വേഷണമൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർക്കും താല്പര്യം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ മേൽ തന്നെയാണ്. മരിക്കേണ്ട ആളുകൾ തന്നെയാണ്. സാത്താൻ സേവകരാണ്, ഗേ ആണ്, 2 പേരും മരിക്കേണ്ടവർ തന്നെയാണ്. ആ രീതിയിലായിരുന്നു കേസന്വേഷണം മുന്നോട്ട് പോയത്. ട്രയൽ നടക്കുന്നതിന് മുൻപ് തന്നെ
ആ മനോഹരമായിട്ടുള്ള അവർ കഷ്ടപ്പെട്ട് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ മാനർ ആരൊക്കെയോ ചേർന്ന് തീയിട്ട് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ ആ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനു പുറമേ അതിനോട് ചേർത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഹൗസും ഏതാണ്ട് ഭാഗികമായിട്ട് നശിപ്പിക്കുകയാണ്. അതിൻ്റെ താഴത്തെ നിലയുടെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴായിട്ട് പല ആളുകൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹൗണ്ടിങ് പ്ലേസ് ആയിട്ടാണ് അവർ കരുതി പോകുന്നത്. അവിടെ ചെല്ലുന്ന പല ആളുകൾക്കും അമാനുഷികമായിട്ടുള്ള ഒരു ശക്തി അവിടെ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു റൂമറായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു രീതിയിലുള്ള തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. പലപ്പോഴും പറയുന്നുണ്ട് ഈ ചാൾസിൻ്റെ ഉറക്കെയുള്ള ചിരി അവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ 2 പട്ടികളുണ്ടായിരുന്നു. ആ നായ്ക്കളെ കൊന്നുകളയുകയായിരുന്നു എവറി വെടിവെച്ച്, കാരണമൊന്നുമില്ല. അങ്ങനെ കൊന്നുകളഞ്ഞ ആ നായ്ക്കളുടെ ശബ്ദം പലപ്പോഴായിട്ട് അവിടെ ഉയർന്നു കേൾക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചാൾസ് പലപ്പോഴായിട്ട് പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുമായിരുന്നു. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ശബ്ദവും അവിടെ ഉയർന്നു കേൾക്കാൻ സാധിക്കുമെന്ന് ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ശ്രദ്ധ ലഭ്യമായിരിക്കുന്ന ഒരു ചെകുത്താൻ്റെ പ്രദേശമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ പോലും ആളുകൾ ആ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ട്രയൽ നടക്കുന്ന സമയത്ത് ടോണിക്ക് പല കഥകൾ പറയാനുണ്ടായിരുന്നു. ടോണി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട എവറി അവിടെ ആദ്യമായിട്ട് പോകുന്നത് ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ചാൾസ് അവനോട് പെരുമാറിയത്. അവനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് ടോണി എവറിയെയും കൂട്ടി അങ്ങോട്ട് പോയതാണ്. ആ സമയത്ത് അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അങ്ങനെ അബദ്ധവശാൽ സെൽഫ് ഡിഫെൻസിൻ്റെ പേരിൽ മാത്രമാണ് അവരെ കൊന്നുകളഞ്ഞത്. ഈ രീതിയിലൊക്കെയാണ് ടോണി വാദിക്കുന്നത്. പക്ഷേ ടോണിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. 13ാമത്തെ വയസ്സിൽ വെറും 2 വയസ്സുകാരനെ കൊന്നുകളഞ്ഞതാണ്. പിന്നെ ബ്രദർ ഇൻ ലോയെ ഒരു ചീട്ടുകളിയിലുണ്ടായ വാക്കുതർക്കത്തിൻ്റെ പേരിൽ 4 തവണ വെടിവെച്ചതാണ്. എന്തോ അത്ഭുതം കൊണ്ട് അയാൾ മരണമടഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തി തന്നെയാണ്. എവറിയും ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. 2 പേരും എല്ലായ്പ്പോഴും ലഹരിക്ക് അടിമകൾ തന്നെയാണ്. പക്ഷേ ജനങ്ങളും പോലീസുകാരും ഒക്കെ ടോണിയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, തെരേസയാണ് ഇതിൻ്റെ എല്ലാം ദൃക്സാക്ഷി. തെരേസ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. ദൃക്സാക്ഷി ആ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊരു അപ്പീലില്ലല്ലോ. പലരുടെ അനുമാനങ്ങൾക്ക് കോടതിയുടെ മുൻപിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ആ 2 ക്രൂരന്മാരെയും ആജീവനാന്തം ജയിലിൽ കഴിയാൻ വേണ്ടി ആ കോടതി ശിക്ഷിക്കുകയായിരുന്നു. അവർ 2 പേരും ഭാഗ്യം കൊണ്ട് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള മരണങ്ങളൊന്നും തന്നെ പിന്നീട് ഇവർ കാരണം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ ടോണി പറഞ്ഞ കാര്യങ്ങളായിരുന്നോ വാസ്തവം, അതോ തെരേസ പറഞ്ഞതാണോ വാസ്തവം? തെരേസയ്ക്ക് ടോണിയോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ട് തെരേസ മനഃപൂർവ്വം ടോണിയെ കുടുക്കിയതാണോ? അവിടെ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല വിചിത്രമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പ്രതിഭാസങ്ങൾ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക.